ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് എ ക്വിക്ക് മെസ്സേജ് ഫ്രം ഏഞ്ചൽസ്. ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ക്വിക്ക് ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് കാർഡ്, ഓക്കെ, ഫൈവ് ഓഫ് കപ്സ് ആണ്. ഫൈവ് ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു ദുഃഖം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് കാണിക്കുന്നത്. മേ ബി അത് സെപ്പറേഷൻ ആവാം, ബ്രേക്കപ്പ് ആവാം, ഡിവോഴ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു നഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ച് അതിൻ്റെ പേരിൽ നിങ്ങൾ ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നു, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇല്ലാത്തത് ഓർത്തിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവൻ ലവിൻ്റെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതത്ര നല്ലതായിരിക്കില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലോട്ട് വരുമ്പം ഇതിനൊരു സെപ്പറേഷൻ, ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം ഹൈ ആണ്. കരിയർ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോബ് ലോസ്, പ്രൊമോഷൻ കിട്ടാത്ത ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടുക, അതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതൊരു കാർഡായിക്കോട്ടെ, ഏതൊരു കാർഡിനും ഏതൊരു കാര്യത്തിനായിക്കോട്ടെ, ഏതൊരു കാർഡിനും ആയിക്കോട്ടെ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു കാർഡിൽ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന 3 കാർഡ്സ് താഴെ വീണ് കിടക്കുകയാണ്. ബാക്കിൽ 2 കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഈ പുള്ളിയുടെ കോൺസെൻട്രേഷൻ മുഴുവനും പോയ കാര്യം ഓർത്തിട്ടാണ്. ഈ 3 കാർഡ്, അതായത് മുമ്പിലുള്ള 3 കപ്പ് മാത്രം ഓർത്തിട്ടാണ് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ ഇല്ലാത്തത് ഓർത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ഓർത്തിട്ടാണ് എപ്പോഴും ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ ബാക്കിൽ 2 കപ്സ് വേറെ ഉണ്ട്. ഓക്കെ, അത് തിരിഞ്ഞു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടാണ്. ഓക്കെ, അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല. സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ 2 കപ്സ് ഇനിയുമുണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇനിയുമുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് വിസിബിൾ ആവുള്ളൂ നിങ്ങളുടെ മുമ്പിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് മാത്രം ഇങ്ങനെ എപ്പോഴും വേദനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലും ബെറ്ററായിട്ട് നിങ്ങളുടെ ലൈഫിനെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നഷ്ടമായത് ഓർത്തിട്ടല്ല, അതിലും ബെറ്ററായിട്ട് ചിലപ്പോൾ നിങ്ങളെ തേടി ഇത് വരുമായിരിക്കും. ഓക്കെ, നഷ്ടപ്പെട്ടത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് തന്നെ, അതോർത്ത് നമ്മൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടായിരിക്കില്ല, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇതിലും ബെറ്ററായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. ആ ഒരു ഓപ്പർച്യൂണിറ്റീസിന് മുമ്പിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക. സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു.